വീട്ടിൽ സാധനങ്ങളൊക്കെ തീർന്നു. അപ്പോൾ നമുക്ക് മേടിക്കാൻ പോയാലോ? മെയിനായിട്ട് നമുക്ക് വേണ്ട ഹെൽമെറ്റ്, അല്ലെങ്കിൽ നല്ല ചെക്കിംഗ് ഒക്കെ കാണാം. നേരെ പോയി ചിക്കൻ കടയിൽ 155 രൂപ കിലോ ചിക്കന്. ഞാൻ അങ്കിളിനോട് ചോദിച്ചപ്പം പറഞ്ഞത് നോമ്പൊക്കെ ആയതുകൊണ്ട് ഇനി വില കൂടുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ കിടന്നൊരു പത്രം എടുത്ത് നോക്കി. പത്രത്തിൻ്റെ അകവും പുറമല്ലോ ഒന്ന് ഓടിച്ചിട്ടൊരു നോട്ടം ഉള്ളതാണല്ലോ. എനിക്കെപ്പോഴും അങ്ങനത്തെ പരിപാടിയാണ്. എല്ലായിടത്തും ഗ്യാസ് സിലിണ്ടറിനും പെട്രോളിനും വില കൂടും, ക്ഷാമം വരും, ഇതൊക്കെയാണ്. അതിനുശേഷം ചൂട് പത്രം 4ആയിട്ട് മടക്കി ഒന്ന് വീശി ഇട്ടേക്കുന്നതും കറുപ്പ്. ചൂടാണേ സഹിക്കാൻ വയ്യ. അത് മേടിച്ചിറങ്ങിയിട്ട് നമ്മുടെ മുളക് പൊടി മില്ലിൽ നിന്നാണ് ഞാൻ പൊടി മേടിക്കുന്നത്. അവിടുന്ന് നമ്മുടെ നേരെ ജിയോ മാർട്ടിൽ സ്മാർട്ട് ബസാറിൽ കയറി ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ മുടികെട്ടൽ, ഹെൽമെറ്റ് അയച്ചിട്ട് മുടി അഴിച്ചിട്ടില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുന്ന് കുറച്ച് ഓയിലും മിൽക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഓടിച്ചാടി നടന്ന് 2-3 സാധനങ്ങളൊക്കെ മേടിച്ച് ഗ്യാസ് അഥവാ തീർന്നാലോ എന്ന് കരുതി ഞാൻ മെയിനായിട്ട് പഴവും ബ്രെഡൊക്കെയാണ് മേടിച്ചത്. ബ്രെഡിൻ്റെ ഡേറ്റൊക്കെ നോക്കി നേരെ അത് മേടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ സെയിം സാധനം, ഈ മുടികെട്ടൽ, ഹെൽമെറ്റ് വെക്കൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഴിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെട പിടിക്കുന്ന മുടിയാണ് എൻ്റെ. അതൊക്കെ ഏതായാലും സെറ്റാക്കി ഈ സാധനം എല്ലാം പെറുക്കി നേരെ പോയത് പച്ചക്കറി കടയിലോട്ട്. ഇറങ്ങുമ്പോൾ ഞാൻ എല്ലാം മേടിച്ച് പെറുക്കിക്കൊണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ പിന്നെയും പോകാൻ വയ്യ. അങ്ങനെ വേണ്ടതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ നോക്കിയെടുത്ത് ബാലൊരു സാങ്കിൾ ചോദിക്കും, അത് മതിയോ മോളെ, ഇത് മതിയോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരോട് എന്തുവാ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടതൊക്കെ മേടിച്ചു. പിന്നെ മെയിനാണ് പുറത്തിറങ്ങി ഒന്നെങ്കിൽ ബജ്ജി അല്ലെങ്കിൽ കപ്പലണ്ടി. ഈ അപ്പൂപ്പനെടുക്കുക സൂപ്പർ കപ്പലണ്ടി ചൂടുള്ള ഗൂഗിൾ പേയും ഉണ്ട്. അങ്ങനെ അവിടുന്ന് കപ്പലണ്ടി മേടിച്ച് നേരെ വീട്ടിലോട്ട് പോക്കറ്റാ.